ഇടിയുണ്ട് പഴുത്ത്. വേദന ഉണ്ടോടാ? ഭയങ്കര വേദന. ഒരു ഇരി ഓടാ പുല്ലേ. നീ ഒറ്റ ഒരുത്തൻ കാരണമാ ഇപ്പൊ യോമാർക്കും തല്ലുകൊണ്ടത്. നിന്റെയൊക്കെ വർത്താനം കേട്ടതൊന്നും ഞാൻ വിളിച്ചു വരുത്തി തല്ലിച്ചതാണെന്ന്. ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് ആ പെണ്ണിനെ എങ്ങനെ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്ക്. ഇനി എന്നെ കൊണ്ട് വയ്യടേ. ഞാൻ ഇതെവിടെ ചെന്ന് അന്വേഷിക്കാനാ? ബൈക്കിന്റെ പുറകിലിരുത്തി അവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുമ്പോ അറിയണമായിരുന്നു. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊറേ. ആ പെണ്ണ് ആ കാക്കയുടെ കയ്യിൽ നിന്ന് ചാടി പോന്നതാന്നാ എനിക്ക് തോന്നുന്നത്. നല്ല ആപ്പിള പോലത്തെ പെണ്ണ. കാക്ക വെറുതെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ അമ്മയുടെ കൈ ചെന്ന് പെട്ട തട്ടിക്കളയാൻ വരെ മടിക്കില്ല. വല്ല ആമ്പിള്ളാർക്കും വേണ്ടി അയാൾ ഈ പരാക്രമം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. കളി ചെറിയടുത്ത് ഇത് തമാശയൊന്നുമല്ല. എന്റെ ബലമായ സംശയം ഇവക്കേതോ അധോലോകമായിട്ട് ബന്ധമുണ്ടെന്നാ. ഇത് അങ്ങനെയുള്ള ഒരു ടൈപ്പ് അല്ല. നല്ല ഹൈ ഫാമിലിയിലെ ഒരു കുട്ടിയാ. രജനി എന്ന് പേരുള്ളപ്പോ കുട്ടി ഹിന്ദു ആയിരിക്കും. പിന്നെന്തിനാ മലപ്പുറം കാക്ക അന്വേഷിച്ച് നടക്കുന്നത്? അതാ എനിക്കും പിടികിട്ടാത്തത്. അയ്യോ, ഇത് അവന്മാരായിരിക്കും. കരുനാ കൊണ്ടൊന്ന് സോറിടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവരല്ലെന്ന്. മനസമാനം പോലടാ ചെട്ടി. എന്നെ ചെട്ടിനെ വിളിക്കില്ലേ പട്ടി. ജീവിതം തൊലഞ്ഞടാ. ആ പെണ്ണ് വന്നിരിക്കും. ഏത് പെണ്ണ്? നീ എന്ന് ബൈക്കിലിരുത്തി കൊണ്ടുപോയില്ലേ ആ പെണ്ണ്? അയ്യോ, ആ പെണ്ണ് അന്വേഷിച്ചല്ലേ എന്നവന്മാര് വന്നത്? അയ്യോ, അവിടെ എങ്ങനെയും ഒന്ന് പറഞ്ഞുവിടാൻ നോക്ക്. എനിക്കിനി തല്ലുകൊള്ളാൻ വയ്യ. അതുകൊണ്ടാ പ്രശ്നം ഞാൻ ഒതുക്കി. അത് മോശമാണ്. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും ആ പെണ്ണിവിടെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഞാൻ പോയി നോക്കിട്ട് വരാം. ഹലോ ബിനോയ്. രജനി. അതെ. വരൂ. താങ്ക് യു. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഹലോ, എക്സ്ക്യൂസ് മീ, എനിക്ക് ബിനോയോട് അല്പം പേഴ്സണലായിട്ട് സംസാരിക്കണം. നിങ്ങൾ 2 മിനിറ്റ് അപ്പുറത്തേക്ക് മാറുന്ന ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാം. വരൂ വരൂ, അടുത്തേക്ക് വരൂ. താങ്ക് യു. എന്താണ് ഈ കാര്യം? എന്താ രജനി? എന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. എന്താ കാര്യം എന്ന് പറയൂ. കാരണം ബിനോയ. അയ്യോ, ഞാനോ? അതെ, ഞാൻ ബിനോയോടൊപ്പം പല സ്ഥലത്തും കറങ്ങി നടക്കാണെന്ന് ആരോ നേട്ടനോട് പറഞ്ഞു കൊടുത്തു. അയ്യോ, അവര് ഭയങ്കര സ്ട്രിക്റ്റാ. ഞാൻ ആവുന്നത് പറഞ്ഞു നോക്കി, അവര് സമ്മതിക്കുന്നില്ല. എന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ടു. അയ്യോ, അത് വളരെ മോശമായി പോയല്ലോ. ഞാൻ അങ്കിളുടെ വീട്ടിൽ പോയിട്ട് വരിക. അവിടെ ചെന്നപ്പോ അങ്കിളും ആന്റി ബാംഗ്ലൂർ പോയിരിക്കുക. അയ്യോ രജനി, രജനി കരയാതെ. ഈ രാത്രി ഞാൻ എവിടെ പോയി സ്റ്റേ ചെയ്യാനാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കണ്ടുള്ളൂ. അതുകൊണ്ടാ ഇങ്ങോട്ട് പോന്നത്. അയ്യോ, അതിപ്പോ ഞാനിവിടെ എന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് താമസിക്കുമ്പോ. നീ മാറി, ഞാൻ ബിനോയെ എന്നെ അവോയ്ഡ് ചെയ്യണോ? ഞാൻ ഈ രാത്രി തനിച്ച് എവിടെ പോവാനാ? അയ്യോ, രജനി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ഒരു രാത്രി മാത്രം കഴിച്ചുകൂട്ടിയാൽ മതി. നാളെ ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയിക്കോളാം. പിന്നെ രജനി ഇവിടെ ഇരിക്കെ, ഞാൻ അവരോട് പോയി സംസാരിച്ചിട്ട് വരാം. എന്റെ ദൈവമേ.
എന്തായടേ? എടാ ആകെ പ്രശ്നമായി. ആവുമല്ലോ, പ്രശ്നമാവുമല്ലോ. അവള് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. അന്ന് നിങ്ങളെ അന്വേഷിച്ചു വന്ന ആ ഗ്യാങ്ങുമായി ഇവക്കെന്തോ ബന്ധമുണ്ട്. ഇവിടെ അന്വേഷിച്ചല്ലേ അവര് വന്നത്. പിന്നെ അവളുടെ കരച്ചിലും കണ്ടോണ്ട് ഇവിടെ പിടിച്ച് താമസിപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ അതിവിടെ നടക്കില്ല. ചീത്തപ്പനുണ്ടാക്കി എന്ന് എനിക്ക് വയ്യ. ഏത് പെണ്ണിനെ കണ്ടാലും വളയ്ക്കാൻ നടന്ന് ഇത് നിന്റെ മാത്രമല്ല ഞങ്ങളുടെ കൂടെ നടുവളയുന്ന ലക്ഷണമാണ് കാണുന്നത്. ആ ഇതാ മലപ്പുറം കാക്കയുടെ ഗ്യാങ്ങിത്തിനുള്ളതാ. അവിടെ നിന്ന് ചാടി പോന്നതാ. ഇവിടെ കാണും പിടിച്ചു കിടത്തിയ രാത്രി അവള് വല്ല ബോംബും പൊട്ടിച്ചിട്ട് പോവും. നമ്മളിടും. വേഗം പറഞ്ഞു വിട്. ചെല്ലി ചെല്ലി. എങ്കിൽ ഞാൻ പോയി ബോംബോട്ടോ നോക്കിയിട്ട് വരാം. ആഹാ, നീ അങ്ങനെ നോക്കണ്ട. ഇതങ്ങനൊന്നുമല്ല. അവർക്ക് എന്നോടുള്ള താല്പര്യം കൊണ്ട് ഇവിടെ വന്നത്. ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ മനുഷ്യനാന്ന് പറഞ്ഞ് നടക്കുന്നത് യാതൊരു കാര്യവുമില്ല. മനുഷ്യ മുനികളെ കുറിച്ച് നീ സംസാരിച്ചല്ലോ. ഇനി ബോംബ് പൊട്ടി ചത്താലും കുഴപ്പമില്ല. എടാ നിനക്ക് ആ പെണ്ണിനെ പിടിച്ച് ഇവിടെ കിടത്തിയിട്ട് വേറെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, രജനിയെ ഞാൻ ഇവിടെ ഇറക്കി വിടില്ല. നമുക്ക് എല്ലാവർക്കും ഇവിടെ കിടക്കാം. നമുക്ക് അവിടെ കിടക്കാം. ഇവിടെ കിടന്നാ മതി. എല്ലാരും ഇവിടെ കിടക്കാനോ? മലയാളത്തില്ലേ പറഞ്ഞ ഇവിടെ കിടന്നാ മതി എന്ന്. ഇതെന്തോടാ ഇത്? ഇവിടെ വല്ലതൊക്കെ നടക്കും. അതെ, അതെ. രജനി, ആ രജനി അകത്ത് കിടന്നോളൂ, ഞങ്ങൾ പുറത്ത് കിടന്നോളാം. ഞാൻ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആയില്ലേ? ഏയ് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോന്നേക്കുക. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. താങ്ക് യു. എക്സ്ക്യൂസ് മീ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ഇതൊരു ഉറങ്ങില്ലേ? ഇന്ന് എന്തോ എനിക്ക് ഉറക്കമേ വരുന്നില്ല. എനിക്കും എന്തോ തീരെ ഉറക്കം വരുന്നില്ല. അത് പോയി മൂത്രം ഒഴിച്ചിട്ട് ഉറങ്ങിയാൽ മതി, ഉറക്കം വരും. എന്നിട്ടാണ് നിനക്ക് വഴി നീ ഈയിടെയായിട്ട് വളരെ ചീപ്പാവുന്നുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. ഇങ്ങോട്ട് നോക്കിയേ. കിടക്ക കണ്ടാ മതി, സുഭിക്ഷമായിട്ട് ഉറങ്ങിക്കോളൂ. അങ്ങനെ ആമ്പിളര് ഉറങ്ങും ഉറങ്ങും. ഞാൻ വെറുതെ കൂർക്കം വലിച്ചതാ. എല്ലായിടത്തും എനിക്കൊരു കാര്യം പറയാനുണ്ട്. സകല ഒരു ആത്മസമ്മേനം പാലിക്കണം. ആരും കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. പ്രത്യേകം പറയാം. അയ്യോ അയ്യോ, എന്താ ശബ്ദം? ലൈറ്റിട്ട്. എടാ സുധരവിടെ പോയി? എവിടെ പോയി? ഇല്ലല്ലോ. അവളെ മുറി ഇടിച്ച് കയറി കാണും. ഡോറ് തുറന്നിരിക്കാണല്ലോ. അയ്യോ, അടിച്ചിട്ട് പോയാ? അയ്യോ ഒരബദ്ധം പറ്റിപ്പോയി. ഓഹോ, അപ്പൊ ഇങ്ങനെ നീ സംയമനം പാലിക്കുന്നത്? നേരം പാലിക്കാത്തല്ല, കുട്ടി ഉറങ്ങിയോ നോക്കാൻ വന്ന. മറ്റു തന്നെയാണോ ചേട്ട ഉറങ്ങിയാ നോക്കുന്നത്? നാട്ടുകാർ കാണുമ്പോൾ എന്നെ താഴെ ഇറക്കണം. കൺട്രോള് വിട്ടുപോയി, അതാണ്. കൺട്രോള് വിടുമല്ലേ? നിങ്ങളാരും ഉറങ്ങിയില്ലായിരുന്നല്ലേ? മനുഷ്യന്റെ കാര്യമല്ലേ, ഒരബദ്ധമൊക്കെ പറ്റും എല്ലാവർക്കും. അയ്യോ, ഡോർ അടയ്ക്കട്ടാ? രജനി, രജനി. വരുന്നു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നന്നായിട്ട് ഉറങ്ങി വന്നല്ലേ? ഇല്ല, രാത്രി എന്തൊക്കെയോ വീഴുന്ന പോലെ ശബ്ദം കേട്ടു. ഞാൻ പേടിച്ചു പോയി. അത് വല്ല തുരപ്പനായിരിക്കും. ഇവിടെ ഈയിടെയായിട്ട് ഒരുപാട് തുരപ്പന്റെ ശല്യമൊക്കെ ഉണ്ട്. ഓ, അപ്പൊ ഇത് വലിയ തുരപ്പനായിരിക്കും അല്ലേ? അതെ അതെ. എനിക്കൊരു കാര്യം അറിയണം.
രജനി സത്യം പറയണം. അല്ല, രജനി ആരാ? ബിനോ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ഏ? ഏ? ചെല്ല, നീ പോയി ആരാ നോക്കിട്ട് വാ. ചെല്ലേ, ചെല്ലടാ അങ്ങോട്ട്. സാവധാനം മോളി, നിന്റെ അപ്പച്ചൻ വന്നിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അയ്യോ, എന്തെങ്കിലും ചെയ്യണം. പുല്ലേ വരൂ വരൂ. ആരാടാ? അവന്റെ അപ്പച്ചൻ വന്നിരിക്കുന്നു. ആണെന്താ ബിനോയുടെ അപ്പച്ചൻ എനിക്കൊന്ന് കാണാലോ? അത്രേ ഉള്ളൂ, ഞാനിപ്പോ ഇങ്ങോട്ട് വിളിക്കാം. നീ അവിടെ നിൽക്കരുത്. നീ അപ്പച്ചനോടൊന്ന് ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാലേ അതൊന്ന് പെട്ടെന്ന് നോട്ടോ. ഞാൻ ബാത്റൂമിൽ പോകാം. അയ്യടാ, അവന് ബാത്റൂമിൽ പാങ്കണ്ട, നേരെ പോയി വിളിക്കാം. ഒളിച്ചിരിക്കാനാണ്. നീ രജനി ആ മുറിക്കകത്തിട്ട് വാലടക്കി. ഞാനും വരാട്ടെ. പുറത്ത് പോടാ പുല്ലേ. എന്നെ കുരുതി കൊള്ളാം. ആടാ, സ്വസ്ഥായിട്ടിരിക്കാൻ സമ്മതിക്കൂലേ? ഇതിന് കയറി കങ്ങണ്ട സമയം. ആ. ഓ, ഇവിടെ ഒളിച്ചു നിന്നോ? ആഹാ, എത്ര നേരമായി ബെല്ലടിക്കുന്നു? അവനെന്തേ? അയ്യോ അപ്പച്ച, ബിനോ ഇന്നലെ വൈകിട്ടത്തെ ട്രെയിന് കോട്ടത്തിന് പോയല്ലോ, വന്നില്ലേ? അപ്പച്ചനെന്താ അതിരാവിലെ തന്നെ? ഞാൻ കോഴിക്കോട്ട് നിന്ന് പോരുന്ന വഴിയെ അവനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പച്ച ഇരിക്കണം, ഇരുന്നാട്ടെ. ഇരിക്കണം. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. പൊടി പൊടി. അപ്പച്ചന് കുടിക്കാൻ ചായയോ കാപ്പിയോ ഹോർലിക്സോ എന്താ വേണ്ടേ? ഒന്നും വേണ്ട മക്കളെ. എന്നാ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാം. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വരുന്നല്ലേ? അയ്യോ, അതിനൊന്നും നേരമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. മാത്രമല്ല, അവനിങ്ങോട്ട് തിരിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്നാൽ അവനെ കാണാമല്ലോ. അതെ അതെ. എന്നാ നേരം കളയുന്നില്ല, വേഗം വീട്ടിലെത്താമല്ലോ. എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ രാവിലെ നടക്കാൻ പോറുണ്ട്, എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. അതല്ല, പഠിത്തം. ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. ഇവൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ ഒരു കിട്ടി. ബിനോയ്, മൂപ്പിലാൻ പോയി.